നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലെ സിറ്റി ഹാൾ സ്ക്വയറിൽ നിൽക്കുകയാണ് ഞാൻ. ഓസ്ലോ ഫ്യോർഡിന്റെ ഭാഗമാണ് ഈ കാണുന്ന ജലാശയം. ഇവിടുത്തെ പിയറിൽ നിന്ന് ധാരാളം ബോട്ടുകൾ ബൈക്ക് ഡോയ് എന്ന ഉപദ്വീപിലേക്ക് പുറപ്പെടുന്നുണ്ട്. നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ അവിടെയാണ്. ഉപദ്വീപിലേക്ക് പോകാനായി ഫ്രീ ടിക്കറ്റിന് കാത്തുനിൽക്കുന്നവരുടെ ക്യൂ ആണ് ഇത്. ക്യൂവിന് പിന്നിൽ ഞാനും സ്ഥാനം പിടിച്ചു. ധാരാളം ടൂറിസ്റ്റുകൾ ബൈക്ക് ഡോയിലേക്ക് പോകുന്നുണ്ട്. നോർവേയുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ നേർസാക്ഷ്യങ്ങൾ കാണാൻ പോകുന്ന വിദേശികൾ തന്നെയാണിത്. ഞാനും ടിക്കറ്റ് എടുത്തു. 55 ക്രോണയാണ് ടിക്കറ്റ് നിരക്ക്. നമ്മുടെ 480 രൂപയോളം വരും അത്. ഇനി ബോട്ടിൽ കയറണം. സീസണിൽ 15 മിനിറ്റ് ഇടവിട്ട് ഇവിടെ നിന്നും ബോട്ടുകൾ ബൈക്ക് ഡോയിലേക്ക് പുറപ്പെടും. 20 മിനിറ്റ് നീളുന്ന ബോട്ട് യാത്രയാണ് ആ ഉപദ്വീപിലേക്കുള്ളത്. ബൈക്ക് ഡോയിൽ ഈ ബോട്ടിന് പല സ്റ്റോപ്പുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയുടെ സമീപമുള്ളത്. മ്യൂസിയം ക്രൂസ് എന്നാണ് ഈ ബോട്ട് യാത്ര പൊതുവെ അറിയപ്പെടുന്നത്. 2 ജീവനക്കാരാണ് ബോട്ടിലുള്ളത്, ഡ്രൈവറും ഒരു സഹായിയും. വേണമെങ്കിൽ റോഡ് മാർഗവും കൾച്ചറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകാം. പക്ഷേ ഈ ബോട്ട് യാത്ര സഞ്ചാരത്തിൽ ഒരു വ്യത്യസ്തതയായിരിക്കുമല്ലോ. ബോട്ട് പിയറിൽ നിന്നും അകലുകയാണ്. പഴയകാലത്തെ ടോൾ ഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറു പായക്കപ്പലുകളും ഇവിടെയുണ്ട്. ചരിത്രത്തിന്റെ നിരവധി നേർസാക്ഷ്യങ്ങൾ ഈ ഉൾക്കടലിന്റെ തീരത്തു തന്നെയുണ്ട്. ദൂരെ 2 ഗോപുരങ്ങളോടെ അക്കാണുന്നതാണ് നോർവേ സിറ്റി ഹാൾ. അതിന്റെ മുറ്റത്തുകൂടിയാണ് നേരത്തെ ഞാൻ നടന്നത്. സിറ്റി ഹാളിനിപ്പുറം നോബൽ പീസ് സെന്റർ ഉൾപ്പെടെയുള്ള സുപ്രധാന മന്ദിരങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മന്ദിരങ്ങളും അതിലുണ്ട്. ഓസ്ലോയുടെ പ്രധാന വാട്ടർഫ്രണ്ട് ഏരിയ അതൊക്കെ തന്നെയാണ്. ദീർഘമായി വാട്ടർഫ്രണ്ടുള്ള ഒരു പട്ടണം കൂടിയാണ് ഓസ്ലോ. പല പിയറുകൾ, അതിൽ ക്രൂസ് ബോട്ടുകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തുന്ന ചെറു ജലവാഹനങ്ങളുമെല്ലാം അടുക്കുന്നു. ഇവിടെ ഒരു കോട്ട കാണാം. ഏക്കർഷൂസ് ഫോർട്രസ് എന്നറിയപ്പെടുന്ന മധ്യകാല കോട്ടയാണത്. ഏക്കർഷൂസ് കാസിൽ ചർച്ചിന്റെ ഗോപുരങ്ങളാണ് അതിൽ ഉയർന്നു നിൽക്കുന്നത്. പല നൂറ്റാണ്ടുകളിലായി ബലവത്താക്കിയ ഫോർട്രസാണ് അത്. ഹാക്കോൺ 5 രാജാവിന്റെ കാലത്ത് 1290 ആ കോട്ടയുടെ ആദ്യ രൂപം നിർമ്മിതമായതെന്നാണ് ചരിത്രം. കോട്ടയുടെ കാഴ്ചയിൽ നിന്ന് നീങ്ങുമ്പോൾ ഏക്കർ ബ്രിഗി മറീനയുടെ അടുത്തേക്കാണ് എത്തുന്നത്. സെയിൽ ബോട്ടുകൾ നിർത്തിയിടുന്ന ഇടം. വലിയ പായ്മരങ്ങളോടുകൂടിയ ഇത്തരം ബോട്ടുകളിൽ ബാൾട്ടിക് കടലിലൂടെയും നോർവേയുടെ ഫ്യോർഡുകളിലൂടെയും ദീർഘമായ യാത്ര നടത്തുന്നവരാണ് ഇന്നാട്ടുകാർ. നോർവീജിയക്കാർ പൊതുവെ കടൽ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ പുരാതന ചരിത്രം തന്നെ കടലുമായി ബന്ധപ്പെട്ടതാണ്. മറീനയ്ക്കപ്പുറം പായക്കപ്പലിന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം കാണാം. ഒരു ആർട്ട് മ്യൂസിയം. ആസ്റ്റർ ഫിയൻലി മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്ന് അതറിയപ്പെടുന്നു. സ്വകാര്യ മേഖലയിൽ 1993 സ്ഥാപിതമായ മ്യൂസിയമാണത്. ഇങ്ങനെ കാണുമ്പോൾ ഒറ്റക്കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും ഉൾക്കടലിൽ 2 പാലങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന 2 കെട്ടിടങ്ങളാണത്. നോർവീജിയൻ ഇന്റർനാഷണൽ കണ്ടംപററി ആർട്ടിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ആ മ്യൂസിയത്തിലുണ്ട്. വർഷം തോറും 6 മുതൽ 10 വരെ അന്താരാഷ്ട്ര എക്സിബിഷനുകൾക്കും അവിടം വേദിയാകാറുണ്ട്. ട്യൂ ഹോംലൻ എന്ന പ്രദേശത്താണ് മ്യൂസിയം നിലകൊള്ളുന്നത്. അപ്പുറം ഒരു കപ്പൽ വന്നു ചേർന്നു നിൽക്കുന്നത് കാണുന്നു. കളർ ലൈൻ കമ്പനിയുടെ ഒരു ക്രൂസ് ഷിപ്പാണത്. ടൂറിസ്റ്റുകളുമായി ബാൾട്ടിക് രാജ്യങ്ങളിലൂടെയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെയും യാത്ര നടത്തുന്ന കപ്പലുകൾ അടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരമാണ് ഓസ്ലോയുടേത്. പ്രഭാതം മുതൽ സന്ധ്യ വരെയും ടൂറിസ്റ്റുകളുമായി നീങ്ങുന്ന ജലവാഹനങ്ങളാൽ തിരക്കേറിയിരിക്കും ഉൾക്കടലിന്റെ ഈ ഭാഗങ്ങൾ. യാത്രക്കിടയിൽ ജീവനക്കാരൻ ടിക്കറ്റ് ഒന്ന് പരിശോധിക്കും. അക്കരെ അക്കാണുന്നതാണ് ബോഗ്ഡോയ് പ്രദേശം. നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി കൂടാതെ വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയം, നോർവീജിയൻ മാരിടൈം മ്യൂസിയം, ഫ്രാം ഷിപ്പ് മ്യൂസിയം എന്നിവയെല്ലാം അവിടെയുണ്ട്. ഇത്തരം സെയിൽ ബോട്ടുകളിൽ പുറംകടലിലൂടെയും ഉൾക്കടലിലൂടെയും സഞ്ചരിക്കുന്നത് ഇന്നാട്ടുകാരുടെ ഒരു വിനോദമാണ്.
ധാരാളം മ്യൂസിയങ്ങളും നോർവേ രാജാവിന്റെ വേനൽക്കാല കൊട്ടാരവും പാർക്കുകളും ബീച്ചുകളുമെല്ലാമുണ്ട് ഈ ബോട്ട് പോകുന്ന ബൈക്ക്ഡോയ് ഉപദ്വീപിൽ. കളർ ലൈൻ ക്രൂസ് ഫെറി കമ്പനിയുടെ കളർ മാജിക് എന്ന കപ്പൽ ഇപ്പോൾ കൂടുതൽ അടുത്തു കാണാം. ലോകത്തെ ഏറ്റവും വലിയ ക്രൂസ് ഫെറിയാണ് കളർ മാജിക്. 2700 ആളുകളെയും 580 കാറുകളും അത് ഒരേ സമയം ഉൾക്കൊള്ളുന്നു. ഓസ്ലോയ്ക്കും ജർമ്മനിയിലെ കീവിനും ഇടയിലാണ് കളർ മാജിക് ക്രൂസ് ഫെറി സർവീസ് നടത്തുന്നത്. നോർവേയിലെ ഫ്യോർഡുകളിലൂടെയും ബാൾട്ടിക് കടലിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ഇത്തരം സെയിൽ ബോട്ടുകൾ ധാരാളമായി കാണാം. 20 പേർക്ക് വരെ സുഖകരമായ യാത്ര നടത്താനാവുന്ന ആഡംബര ബോട്ടുകൾ തന്നെയാണത്. തീരത്തോടടുക്കുമ്പോൾ ഫ്രാം മ്യൂസിയം കാണാം. അതിനപ്പുറം വൈക്കിംഗ് മ്യൂസിയം ഉൾപ്പെടെ പല മ്യൂസിയങ്ങളുണ്ട്. ഈ ബോട്ട് പക്ഷേ ഫ്രാം മ്യൂസിയമുള്ള ഭാഗത്തേക്കല്ല പോകുന്നത്. കുറച്ചപ്പുറം ഡ്രോണിങ്ങൻ മെറീന എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഇറങ്ങി നോർവീജിയൻ കൾച്ചറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകാം. ഇവിടെ ഉൾക്കടൽ തീരം ഇങ്ങനെയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശം പോലെയല്ല. ഉയർന്ന തിട്ടകളും പാറക്കെട്ടുകളും പുൽക്കുന്നുകളും. അതിനു മുകളിലും ചെരുവിലും മനോഹര ഹർമ്മ്യങ്ങൾ. ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ മുഖ്യമായും ഓസ്ലോയിലെ സമ്പന്നരുടേതാണ്. ഓസ്ലോ എന്ന മഹാനഗരത്തോട് ചേർന്നു തന്നെ സ്വസ്ഥവും സുഖകരവുമായ ജീവിതം നയിക്കാവുന്ന ഒരിടം. നഗരത്തിരക്കുകളൊന്നുമില്ലാതെ പ്രകൃതി സൗന്ദര്യവും ശുദ്ധമായ ഗ്രാമീണ അന്തരീക്ഷവുമാണിവിടെ. നഗരത്തിൽ നിന്നും 20 മിനിറ്റിൻ്റെ ബോട്ട് യാത്ര കൊണ്ട് എത്തിച്ചേരാവുന്ന ഇടം. റോയൽ നോർവീജിയൻ യോട്ട് ക്ലബ്ബും മറ്റുമാണ് നേരെ മുന്നിൽ കാണുന്നത്. ഒരു കൾച്ചറൽ സെൻ്ററാണ് ബൈക്ക്ഡോയ്. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണത്. കൂടാതെ സമ്പന്ന വസതികളുടെ പ്രദേശവും. ഡ്രോണിങ്ങൻ മറീനയ്ക്ക് സമീപമുള്ള പിയറിലേക്ക് ഞാൻ കയറിയ ബോട്ട് അടുക്കുകയാണ്. ഇതൊരു കടത്ത് ബോട്ട് മാത്രമാണ്. ടൂറിസ്റ്റുകളും സിറ്റിയിൽ നിന്നും ബൈക്ക്ഡോയിലേക്കും തിരിച്ചും പോകുന്ന പ്രദേശവാസികളും ഇതിൽ യാത്ര ചെയ്യുന്നു. ഓസ്ലോ സിറ്റി ഹാൾ സ്ക്വയറിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമേയുള്ളൂ ബൈക്ക്ഡോയിലെ ഈ പിയറിലേക്ക്. ബോട്ടിൽ നിന്നും ഉപദ്വീപിലേക്ക് ഇറങ്ങി. ധാരാളം ആളുകളുണ്ട് യാത്രക്കാരായി. ടൂറിസ്റ്റുകൾ തന്നെ. ഇവിടെ നിന്നും ഇനി കൾച്ചറൽ ഹിസ്റ്ററി മ്യൂസിയം വരെ നടക്കേണ്ടതുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററോളം കുന്നുകയറി നടക്കണം. മറീനയുടെയും യോട്ട് ക്ലബിൻ്റെയും ഭാഗമായതിനാൽ ഇവിടെ ഇത്തരം റെസ്റ്റോറൻറ്റുകളും മറ്റും ധാരാളമുണ്ട്. കടൽ തീരമാണെങ്കിലും പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് നോർവേയുടേത്. കുന്നുകൾക്ക് മുകളിൽ അതിസമ്പന്നരുടേതെന്ന് പുറം കാഴ്ചയിൽ തന്നെ പ്രകടമാകുന്ന വീടുകൾ. ഓസ്ലോയിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മൂല്യമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത്. അതിസമ്പന്നർക്ക് മാത്രമേ ഇവിടെയൊരു വീട് സ്വന്തമാക്കാനാവൂ. 1 കിലോമീറ്ററോളം നടന്ന് ഞാനിപ്പോൾ നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയുടെ കവാടത്തിനടുത്തെത്തിയിരിക്കുന്നു. പാർക്കിംഗ് ഏരിയയും പിന്നിട്ട് നടപ്പ് തുടരുകയാണ് ഞാൻ. മ്യൂസിയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഇത്. ഒരു വലിയ കെട്ടിടത്തിനകത്ത് പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതല്ല ഇവിടെ കാണാനുള്ളത്. അതാണ് സാംസ്കാരിക ചരിത്ര മ്യൂസിയത്തിൻ്റെ പ്രത്യേകതയും. നോർവേയുടെ പല ഗ്രാമങ്ങളെയും അവയുടെ പാരമ്പര്യ തനിമയോടെ പുനർസൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് എന്നെ ഇവിടേക്ക് ആകർഷിച്ചതും. മ്യൂസിയത്തിനകത്തേക്ക് ടിക്കറ്റ് എടുത്തു കയറണം. ഇതാണ് പ്രധാന പടിപ്പുര. അതിലെ തുരങ്കസമാനമായ വഴിയിലൂടെ അകത്തേക്ക് നടന്നു. എത്തുന്നത് വലിയൊരു നടുമുറ്റത്തേക്കാണ്. ഇവിടെ നിന്നുമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 80 ക്രോണയാണ് ടിക്കറ്റ് നിരക്ക്. നമ്മുടെ 650 രൂപയോളം വരും അത്. ഇവിടെ നിന്നും പല വഴികളിലൂടെ തിരിഞ്ഞു പോകാം. മ്യൂസിയത്തിൽ നിയതമായ റൂട്ടൊന്നുമില്ല. സന്ദർശകന്റെ താൽപ്പര്യമനുസരിച്ച് ഏതു കാഴ്ചയിലേക്കും പോകാം. മ്യൂസിയത്തിൽ ഓൾഡ് ടൗൺ എന്നൊരു ഭാഗമുണ്ട്. അവിടേക്ക് ആദ്യം പോകാനാണ് എൻ്റെ തീരുമാനം. ഓസ്ലോ നഗരം ആദ്യകാലത്ത് എങ്ങനെയായിരുന്നെന്ന് അവിടെ നിന്നും കണ്ടറിയാം. ഇങ്ങനെയൊരു പാതയിലൂടെ നടന്നാൽ ഓൾഡ് ടൗൺ പുനഃസൃഷ്ടിച്ചിരിക്കുന്നിടത്തേക്ക് എത്താം.
ചുമരുകളിൽ പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകൾ രസകരമായൊരു കാഴ്ചയാവുന്നു. ഇവിടെ നിന്നും അങ്ങോട്ട് ഓൾഡ് ടൗൺ തുടങ്ങുകയാണ്. പഴയകാലത്ത് ഓസ്ലോയിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും തെരുവുകളും അതേപടി ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. AD 1000 ആണ്ടിനോടടുത്താണ് ഓസ്ലോ നഗരം സ്ഥാപിതമായതെന്നാണ് ചരിത്രം. 1048 ഹറോൾഡ് മൂന്നാമൻ രാജാവ് പട്ടണത്തെ ഒരു വാണിജ്യ ഇടത്താവളമാക്കി മാറ്റി. 1300 ഹാക്കോൺ അഞ്ചാമൻ രാജാവ് നോർവേയുടെ തലസ്ഥാനമായി പട്ടണത്തെ മാറ്റുന്നതോടെയാണ് ഓസ്ലോയുടെ സുവർണകാലം തുടങ്ങുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ അഗ്നിബാധ ഓസ്ലോ നഗരത്തെ നാമാവിശേഷമാക്കിയിരുന്നു. ക്രിസ്റ്റീൻ 4-ാമൻ രാജാവാണ് പിന്നീട് നഗരത്തെ പുനഃസൃഷ്ടിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1925 വരെയും ക്രിസ്ത്യാനിയ എന്നായിരുന്നു പട്ടണം അറിയപ്പെട്ടിരുന്നത്. അഗ്നിബാധയ്ക്ക് ശേഷം നിർമ്മിതമായ ഓസ്ലോ നഗരത്തെയാണ് ഇവിടെ മ്യൂസിയത്തിൽ പ്രധാനമായും പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പഴയകാലത്തെ മദ്യക്കടയുടെ പുനരവതരണമാണിത്. കേരളത്തിലേതുപോലെ മദ്യത്തിന് നിരോധനമുണ്ടായിരുന്ന നാടാണ് നോർവേ. 1800-കളിലായിരുന്നു ആ നിരോധനമെന്നോർക്കണം. സ്വകാര്യ മേഖലയിൽ യഥേഷ്ടം മദ്യം ഉൽപ്പാദിപ്പിച്ചു വിൽക്കാവുന്ന കാലമായിരുന്നു അത്. 1939 ആയപ്പോഴേക്കും മദ്യവിൽപ്പന പൂർണ്ണമായും ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ഗവൺമെന്റ് സ്റ്റോറുകളിൽ പ്രത്യേക നിയന്ത്രണങ്ങളോടെയായിരുന്നു പിന്നീടുള്ള മദ്യവിൽപ്പന. കേരളത്തിലേതുപോലെ മദ്യശാലകൾക്ക് മുന്നിൽ വലിയ ക്യൂ പ്രത്യക്ഷപ്പെട്ട കാലം. ക്യൂ തന്നെ സാമൂഹ്യ പ്രശ്നമായപ്പോൾ അതും നിരോധിച്ചു. അത് വലിയ സംഘർഷങ്ങൾക്കും കാരണമായി. ഇപ്പോഴും വൈൻ മോണോപ്പൊളറ്റ് എന്ന ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള കമ്പനിയാണ് നോർവേയിലെ മദ്യവിൽപ്പന നിയന്ത്രിക്കുന്നത്. നഗരത്തിൽ പഴയകാലത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പ് അതേപടി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു ഇവിടെ. ഒരു കാലത്ത് ഓസ്ലോ പട്ടണം ഇങ്ങനെ തന്നെയായിരുന്നുവെന്ന് ഓർക്കണം. മരക്കെട്ടിടങ്ങളായിരുന്നു കൂടുതലും. ഇപ്പോൾ ഞാനൊരു അപ്പാർട്ട്മെന്റ് ഹൗസിലേക്കാണ് കയറുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപ് നോർവേയിലെ പട്ടണങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇവിടെ ഒരിടത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിന്റെ ഭാഗമായി വീടുകളിൽ ഉണ്ടായിരുന്നവയെല്ലാം ഉണ്ടിതിൽ. പെയിന്റ്, നിർമ്മാണ വസ്തുക്കൾ, ചെറുയന്ത്രങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. കുട്ടികളെ ഇരുത്തിക്കൊണ്ടുപോയിരുന്ന പ്രാമുകൾ പല കാലഘട്ടത്തിലേതുണ്ട്. ടെലിവിഷൻ പ്രചാരത്തിലായ കാലത്ത് ഓസ്ലോയിലെ വീടുകളിലും അതുപയോഗിച്ചിരുന്നു. കെട്ടിടത്തിന്റെ മുകൾ നിലകൾ ഇങ്ങനെയാണ്. ഇത്തരം രാജ്യങ്ങളിൽ സ്വകാര്യ ഭവനങ്ങൾക്കകത്തേക്ക് നമുക്ക് നേരെ ചെന്ന് കയറാനാവില്ല. പക്ഷേ ഈ വിധത്തിലുള്ള മ്യൂസിയങ്ങൾ ആ കാഴ്ചകൾ വ്യക്തമാക്കി തരാനുള്ളതാണ്. ഇത് വീട്ടിലെ ഡൈനിങ് ഹാളാണ്. പഴയകാലത്തെ ഒറിജിനൽ ഫർണിച്ചറുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇതാണ് അടുക്കള. അവിടുത്തെ ഉപകരണങ്ങൾ ഇതെല്ലാമായിരുന്നു. ഇതാണ് അടുപ്പ്. അതിൽ നിന്നുള്ള പുക ഒരു കുഴലിലൂടെ പുറത്തേക്ക് വിടുന്നു. 1.5 നൂറ്റാണ്ട് മുൻപ് ഇവരുടെ ബെഡ്റൂമുകൾ ഇത്ര മനോഹരമായിരുന്നു. സമ്പന്നരോ ദരിദ്രരോ ആകട്ടെ, ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങൾ ഇവർക്കുണ്ട്. എഴുത്തുമേശ, ബുക്ക് ഷെൽഫ്. കുലീനത്വം തുളുമ്പുന്നതാണ് വീട്ടിലെ മുറിയും അതിലെ ഉപകരണങ്ങളും സജ്ജീകരണങ്ങളുമെല്ലാം. വീടുകളിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഡൈനിങ് ഹാളിന്റെയും ഡൈനിങ് ടേബിളിന്റെയും വലിപ്പത്തിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ ഇരിപ്പിടങ്ങൾക്കും മറ്റു ഫർണിച്ചറുകൾക്കുമെല്ലാം ഒരു റോയൽ ടച്ച് കാണാം. ആചാരപരമായി ഭക്ഷണം കഴിക്കുക എന്നത് യൂറോപ്യരുടെ ഒരു ശീലമാണ്. കുട്ടികളുടെ കിടപ്പുമുറിയാണ് ഇത്. നോർവീജിയൻ പട്ടണങ്ങളിലെ ജീവിതാവസ്ഥയിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലമായപ്പോഴേക്കും വന്ന മാറ്റവും ഇവിടെ കണ്ടറിയാം. സിങ്കുകളും ആധുനിക ഉപകരണങ്ങളും കൂടുതൽ മികച്ച സൗകര്യങ്ങളുമെല്ലാം ഈ വീടുകളിലുണ്ട്. ഒരു വലിയ കെട്ടിടത്തിൽ പല കാലഘട്ടങ്ങളിലെ നോർവീജിയൻ ജീവിത സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. 2-ാം ലോകമഹായുദ്ധാനന്തരം യൂറോപ്പിലെ മറ്റു നാടുകളിലെന്ന പോലെ നോർവേയിലും കെട്ടിട നിർമ്മാണത്തിലും ഗൃഹോപകരണങ്ങളിലുമെല്ലാം ആധുനികത സ്ഥാനം പിടിച്ചു.
70കളിൽ ഹിപ്പി സംസ്കാരം വ്യാപകമായ കാലത്ത് വീട്ടിൽ ചെറുപ്പക്കാരുടെ മുറി എങ്ങനെയായിരുന്നെന്ന് ഇവിടെ കാണാം. സംഗീതവും അടുക്കും ചിട്ടയില്ലായ്മയും അതിന്റെ നേർചിത്രമാവുന്നു. ക്ലാസിക് ഭാവത്തിൽ നിന്നും മോഡേൺ കാലത്തേക്കുള്ള മാറ്റമാണ് ഈ മുറികളിൽ കാണുന്നത്. തേക്ക് തടി ധാരാളമായി ഉപയോഗിച്ചാണ് 1960കൾ മുതൽ ഇവിടെ മുറികളുടെ നിലവും ഭിത്തിയും മച്ചും പാനൽ ചെയ്തിരുന്നത്. കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങി ഇക്കാണുന്ന 3 നില കെട്ടിടത്തിലുമുണ്ട് കുറേയേറെ കാഴ്ചകൾ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയമാണ് നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി. ഓസ്ലോ ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ അപ്പാർട്ട്മെന്റുകളിലെ സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നിവയെല്ലാമാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം മുതൽ ന്യൂക്ലിയർ ഫാമിലികളായിരുന്നു നോർവേയിലുള്ളത്. സ്വീകരണമുറി, അടുക്കള, ഡൈനിങ് ഹാൾ, കിടപ്പുമുറികൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളായിരുന്നു ഓരോ അപ്പാർട്ട്മെന്റിനുമുള്ളത്. മരം ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ പൈൻ, മഹാഗണി, ഓക്ക് തുടങ്ങിയ മരങ്ങളാണ് വീടുകളുടെയും ഫർണിച്ചറുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കടൽ മാർഗം ഇറക്കുമതി ചെയ്യുന്ന തേക്കാണ് നോർവേയുടെ വീടുകളുടെ ഭാഗമായതും ഫർണിച്ചറുകളായതും. ഇത് നോർവേയിലെ പട്ടണങ്ങളിൽ 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുമുണ്ടായിരുന്ന പൊതു കക്കൂസിന്റെ പുനഃസൃഷ്ടിയാണ്. ടോയ്ലറ്റുകളും അതിലെ ക്ലോസറ്റുമെല്ലാം വിചിത്രമാണ്. മരം കൊണ്ടുള്ള ഒരു പെട്ടി, അതിനകത്ത് ഓരോ പാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ പാത്രത്തിലെ വിസർജ്യം നൈറ്റ്മാൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന തോട്ടികൾ എടുത്ത് ഉന്തുവണ്ടികളിലാക്കി പട്ടണത്തിന് പുറത്തുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയായിരുന്നു പതിവ്. യൂറോപ്പിലെ ഒരു കാലത്തെ ജീവിതത്തിന്റെ ബാക്കി പത്രങ്ങൾ തന്നെയാണിത്. തെരുവുകൾ അങ്ങനെ നീണ്ടുകിടക്കുന്നു. 19ാം നൂറ്റാണ്ടിൽ നോർവേയിൽ വ്യാവസായിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാവുന്നതോടെയാണ് ഇത്തരം ജനവാസ കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നത്. ഒരു കെട്ടിടത്തിൽ പല കുടുംബങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് ആരംഭിക്കുന്നതും അത്തരം ഒരു കമ്മ്യൂണിറ്റിക്കു വേണ്ടി പൊതു റിക്രിയേഷൻ ഏരിയകളും പബ്ലിക് ടോയ്ലറ്റുകളും വരെ സ്ഥാപിതമാകുന്നതും അക്കാലത്താണ്. അതുവരെ ഉരുളക്കിഴങ്ങും ചോളവും കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ഗ്രാമങ്ങളിലെ ചെറുവീടുകളിൽ കഴിഞ്ഞിരുന്നവർ വ്യാവസായിക രംഗം പുഷ്ടിപ്പെട്ടതോടെ പട്ടണങ്ങളിലേക്ക് ചേക്കേറി. അങ്ങനെ പട്ടണങ്ങളിൽ വർക്കിംഗ് ക്ലാസിന്റെ ചെറു കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടു. വ്യവസായങ്ങളുണ്ടായിരുന്ന പട്ടണങ്ങളെല്ലാം 19ാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും വലിയ കെട്ടിടങ്ങളാൽ നിറഞ്ഞു. ഇത്തരം പട്ടണങ്ങളിൽ വസിച്ചിരുന്ന വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ടവർ നോർവേയുടെ സാമൂഹിക രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വളർന്നതും ചരിത്രം. അവരിൽ പലരും രാജ്യത്തിന്റെ ഭരണരംഗത്ത് വരെ സ്ഥാനം നേടി. കച്ചവട സ്ഥാപനങ്ങളും ക്ലബ്ബുകളും ഓഫീസുകളുമെല്ലാം പ്രവർത്തിച്ചിരുന്നതും ഇത്തരം കെട്ടിടങ്ങളിൽ തന്നെയായിരുന്നു. അതൊന്ന് കാണാൻ കയറി. പട്ടണത്തിലുണ്ടായിരുന്ന ഫാർമസിയാണിത്. അതിനടുത്ത് ഇങ്ങനെയൊരു ഹാളുണ്ട്. 17ാം നൂറ്റാണ്ടിലെ ഒരു മദ്യശാലയായിരുന്നു ഇത്. ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരാൾക്ക് നിശ്ചിത അളവിൽ മാത്രം മദ്യം നൽകിയിരുന്ന ഇടം. മദ്യം കഴിക്കാനുള്ള ഊഴം കാത്തിരിക്കുന്നവർ ചീട്ടുകളിച്ചു നേരം പോക്കിയിരുന്നത് ഇവിടെ ഇരുന്നാണ്. അതിനുമപ്പുറമാണ് മദ്യം നൽകുന്ന ഇടം. കസ്റ്റമേഴ്സ് വന്നിരുന്ന കസേരകൾ. 2 നൂറ്റാണ്ട് മുൻപത്തെ നോർവീജിയൻ ജീവിതത്തിന്റെ നേർസാക്ഷ്യമാണിത്. ഇവിടെ വെച്ചാണ് മദ്യം അളന്നു നൽകിയിരുന്നത്. അക്കാലത്ത് മദ്യമെടുത്തു വച്ചിരുന്ന ഭരണികളും അളവ് പാത്രങ്ങളും കുടിക്കാൻ ഒഴിച്ചുകൊടുക്കുന്ന ഗ്ലാസുകളും ഇവിടെയുണ്ട്. പട്ടണത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളെയാണ് ഭരണകൂടം മദ്യവിൽപ്പനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. കുടുംബനാഥൻ ക്രമസമാധാന പാലകനായി വീട്ടിലുണ്ടാവും. പ്രായമായ സ്ത്രീകളാണ് മദ്യം പകർന്നു കൊടുത്തിരുന്നത്. മദ്യപിച്ചു കിറങ്ങുന്ന ചിലർ വീട്ടിലെ പെൺകുട്ടികളും യുവതികളും മദ്യം വിളമ്പണമെന്ന് വാശി പിടിച്ചിരുന്നതും അതിനെ ചൊല്ലിയുണ്ടായിരുന്ന ബഹളങ്ങളും ഇത്തരം വീടുകളിൽ പതിവായിരുന്നെന്നാണ് 19ാം നൂറ്റാണ്ടിലെ ചില രചനകളിൽ നിന്നുള്ള വിവരം. നോർവേയിലെ വീടുകളുടെ നിർമ്മാണ രീതികൾ കൂടി ഇവിടെ നിന്നും മനസ്സിലാക്കാം. ചില കെട്ടിടങ്ങളിൽ കൂറ്റൻ മരത്തടികൾ അടുക്കിയാണ് ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. തണുപ്പിൽ നിന്ന് രക്ഷ നേടുകയും അടച്ചുറപ്പും തന്നെയായിരുന്നു ഇത്തരം വീടുകൾ കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. ഇടവഴികളിലൂടെ പല തെരുവുകളിലേക്ക് കടക്കാം. നോർസ് ഫോക്ക് മ്യൂസിയം എന്ന പേരിൽ 1894 ഇവിടെ ഒരു മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്.
അന്ന് താൽക്കാലിക എക്സിബിഷനു വേണ്ടിയുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് നോർവേയുടെ സാംസ്കാരിക ചരിത്രം അനാവരണം ചെയ്യുന്ന പഴയകാല കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു തുടങ്ങിയത്. നോർവീജിയൻ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും പോയകാല ചരിത്രം ഈ കെട്ടിടങ്ങളിലുണ്ട്. നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയുടെ വഴികളിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്.